നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന പടവലത്തെയാണ്. പണ്ടൊക്കെ കൃഷിയിടങ്ങളിലെ അഭിമാന താരമായിരുന്നു പടവലം. നീണ്ട് നിലം കുഴിച്ചു പോകുന്ന നീളൻ പടവലങ്ങൾ കാർഷിക മേഖലയ്ക്ക് ഒരു അഭിമാനമായിരുന്നു. ഇപ്പോഴും ചിലയിടങ്ങളിൽ ഈ വിത്തുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഹൃദ്യമായ മണവും ഔഷധവീര്യവുമുള്ള ഇതിനെ പണ്ട് മുതൽക്കേ നമ്മൾ ഭക്ഷ്യപദാർത്ഥമായി ഉപയോഗിച്ചു വരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല മറ്റു പല രാജ്യത്തും ഈ സസ്യത്തെ വളർത്തുന്നുണ്ട്. ആയുർവേദത്തിലും ഈ സസ്യത്തെ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഇത് സാധാരണയായി 2 തരത്തിലുണ്ട്. നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പടവലവും ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്ന കാട്ടുപടവലമായും. കുക്കുർബിറ്റേസിയാണ് ഇതിൻ്റെ കുടുംബം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ട്രയോസാന്തിസ് ഡൊയോക്റ്റിൻ എന്നാണ്. ഇതൊരു വെള്ളരി വർഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്. പന്തൽ കെട്ടിയാണ് ഇതിനെ വളർത്താറുള്ളത്. ഇതിൻ്റെ ഇലകൾക്ക് വെള്ളരിയുടെ ഇലകളോട് സാമ്യമുണ്ട്. പൂക്കൾക്ക് നല്ല വെള്ള നിറമാണ്. നന്ദ്യാർവട്ട പൂക്കളോട് സാദൃശ്യമുള്ളതാണ് ഇതിൻ്റെ പൂക്കൾ. ആൺപൂക്കൾ കുലകളായും പെൺപൂക്കൾ ഒറ്റയായാണ് കാണുന്നത്. രണ്ടും ഒരേ ചെടിയിൽ തന്നെ കാണപ്പെടുന്നു. ഇതിൻ്റെ കായാണ് പടവലം. ഇത് വലിപ്പത്തിനനുസരിച്ച് വ്യത്യാസം വരും. സാധാരണയായി 2 സമയത്തായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ജനുവരി മാർച്ച് മാസങ്ങളിലും സെപ്റ്റംബർ ഡിസംബർ മാസങ്ങളിലുമായിട്ടാണ്. ശീതവീര്യമുള്ള ഇത് ശരീരത്തെ തണുപ്പിക്കാൻ പറ്റിയ ഔഷധമാണ്. കാട്ടുപടവലം കൃമിക്കും വയറിളക്കത്തിനുമൊക്കെ ഉത്തമ ഔഷധമാണ്. പിത്താശയ സംബന്ധമായ അസുഖങ്ങൾക്കും മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കും ഇത് ഉത്തമ ഔഷധമാണ്. ഇതിൽ കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, ഇരുമ്പ്, സോഡിയം, പൊട്ടാസ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ ഗ്രാഹ്യമായ ഭാഗം കായാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. പടവലം അല്ലെങ്കിൽ പടവലങ്ങ നല്ലൊരു പച്ചക്കറിയാണ്. അതിൽ കാൽഷ്യം, മഗ്നീഷ്യം, വൈറ്റമിൻസ് ധാരാളം, നല്ല പോഷക സമൃദ്ധമാണത്. അതുകൊണ്ട് തോരനോ ഓലനോ ഏത് വേണമെങ്കിൽ വയ്ക്കാം. നല്ല സ്വാദിഷ്ടമാണ്. പക്ഷേ ഇതിന് ഔഷധമൂല്യമുണ്ട്. ഇതൊരു ശീതവീര്യമാണ്. വേനൽക്കാലത്താണ് ഇതിൻ്റെ ഏറ്റവും അധികം ഉപയോഗം. ശരീരം തണുപ്പിക്കാൻ നല്ലതാണ്. പിന്നെ ഈ ഉദരരോഗികൾക്ക് നല്ലതാണ്. ഈ ഔഷധമൂല്യമായിട്ട് പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും അധികം ഉപയോഗം ഈ ഗർഭാശയസ്ഥമായ രോഗങ്ങൾക്കാണ്. പ്രത്യേകിച്ച് ഇതിന് ഗർഭാശയം ചുരുക്കാനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് ഈ പടവലങ്ങ ഉപ്പേരി ധാരാളം കൊടുക്കാൻ നല്ലതാണ്. 2 ചുരങ്ങിയുണ്ട്, പടവലങ്ങയുണ്ട്. ഈ പടവലങ്ങയ്ക്കും ഇതുപോലെ ഈ ഹോർമോൺ ധാരാളമുണ്ട്. അതായത് ഈ ഗർഭാശയത്തിന് ചുരുക്കാനുള്ള ഹോർമോൺ അതിലുണ്ട്. അതുകൊണ്ട് ഗർഭാശയം ചുരുങ്ങാൻ വേണ്ടിയിട്ട് ഈ പടവലങ്ങ നീ ഉപ്പേരി വെച്ചിട്ടോ അതിൻ്റെ സ്വരസം എടുത്തിട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഗർഭാശയം ചുരുങ്ങും. മിക്കവാറും ഈ ബൾക്കി യൂട്രസ് എന്നുള്ള ആൾക്കാർക്ക് ഈ പടവലങ്ങ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഗർഭാശയം ചുരുങ്ങി നോർമലായിട്ട് വരും.